ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 24-ാമത്തെ ദശകം നോക്കാം. പ്രഹ്ലാദ ചരിതം. ഒന്നാമത്തെ ശ്ലോകം. ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ. പദമുറിച്ച് പറയാം. ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവ ഭവത ഹതേ ശോക ക്രോധ ഗ്ലപിത ധൃതി ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ അമരാരാദി സദസി പ്രതിജ്ഞാം ആദേനേ തവ കില വധാർത്ഥം മുരരിപോ. ഹേ ദേവ, മുരരിപോ, മുരാന്തകനായ ഭഗവാനെ, പൗത്രിപ്രവരവപുഷ ഭവത വരാഹമൂർത്തിയായി അവതരിച്ച അങ്ങയാൽ ഹിരണ്യാക്ഷേ ഹതേ, ഹിരണ്യാക്ഷൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജഃ, ഈ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യപ്രാരംഭ കശിപു, ഹിരണ്യ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപു, ഹിരണ്യകശിപു ശോക ക്രോധ ഗ്ലപിത ധൃതി, ദുഃഖം ക്രോധം എന്നിവ കൊണ്ട് ഗ്ലപിത ധൃതി, സന്തോഷം ഇല്ലാതായിട്ട്, അമരാരാദി സദസ്സി, അസുരന്മാരുടെ സദസ്സിൽ വെച്ച്, തവ വധാർത്ഥം, ഭഗവാനെ അങ്ങയെ വധിക്കുന്നതിനായിട്ട്, പ്രതിജ്ഞാം ആദേനേ കില, പ്രതിജ്ഞ ചെയ്തുവല്ലോ. അപ്പോൾ വരാഹമൂർത്തിയായ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു വിഷ്ണുവിനോടുള്ള അധികരിച്ച കോപം കൊണ്ട് അസുരന്മാരുടെ സഭയിൽ വെച്ച് ഭഗവാനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുവല്ലോ എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയാണ്. ഇവിടെ വരാഹമൂർത്തിയായ ശ്രീഹരി ഹിരണ്യാക്ഷനെ വധിച്ചതറിഞ്ഞിട്ട് ഹിരണ്യകശിപു ഭഗവാനിൽ ക്രോധം കൊണ്ടും സഹോദരൻ്റെ വേർപാടിലുണ്ടായ ദുഃഖം കൊണ്ടും പരിതപിച്ചിട്ട് പറയാണ്, സഹോദരനെ വധിച്ച ഹരിയുടെ കണ്ഠത്തെ ശൂലം കൊണ്ട് മുറിച്ച് അതിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് സഹോദരനെ തർപ്പണം ചെയ്തിട്ട് തന്നെ എൻ്റെ ദുഃഖത്തെ ഞാൻ ശമിപ്പിക്കും. മത്ശൂലഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരമ്മേ ഗതവ്യത. ഭാഗവതം. എന്നിങ്ങനെ അസുര സദസ്സിൽ വെച്ച് ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ്തു. ഇനി രണ്ടാമത്തെ ശ്ലോകം. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതഃ പുരസാക്ഷാത് കുർവൻ സുരനരമൃഗാദൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിതം പരിക്ഷുന്ദൻ ഇന്ദ്രാദഹരദദിവം ത്വാമഗണയൻ. പദമുറിച്ച് പറയാം. വിധാതാരം ഘോരം സ ഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുര നര മൃഗാദേഹി അനിധനം വരം ലബ്ധ്വാ ദൃപ്തഃ ജഗദിഹ ഭവത് നായകമിതം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാമഗണയൻ. സഹ ഖലു ഘോരം തപസിത്വ, അവനാകട്ടെ, ആ ഹിരണ്യകശിപുവാകട്ടെ, കഠിനമായ തപസ് ചെയ്തിട്ട് ന ചിരതഃ, അധികം താമസിയാതെ തന്നെ, വിധാതാരം ബ്രഹ്മാവിനെ പുരഃ സാക്ഷാത് കുർവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്, സുര നര മൃഗാദേഹി ദേവമനുഷ്യ തിര്യക്കുകൾ നിമിത്തമുള്ള അനിധനം വരം ലബ്ധ്വ മരണം ഇല്ലാതിരിക്കുക എന്ന
വരം നേടിയിട്ട് തൃപ്ത അധികരിച്ച അഹങ്കാരത്തോടു കൂടിയിട്ട് ഈ ലോകത്തിൽ ത്വാം അഗണയൻ ഭഗവാനെ അങ്ങയെപ്പോലും കണക്കാക്കാതെ ഭവത് നായകം അങ്ങാകുന്ന നായകനോടുകൂടിയ ഇതം ജഗത്ത് ഈ ജഗത്തിനെ പരിക്ഷുന്തൻ തകർത്തുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് ദിവം സ്വർഗത്തെ അഹരത തട്ടിപ്പറിച്ചു. ഇവിടെ ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ തപസ് ചെയ്യാൻ നിശ്ചയിക്കുകയാണ്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹിരണ്യകശിപു തപസ്സിന് പോയതായി അറിഞ്ഞപ്പോൾ ഭൂലോകത്തിൽ സഞ്ചരിച്ചിരുന്ന ദേവന്മാർ സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തന്നെ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ തപസ് എല്ലാ ലോകങ്ങളെയും തപിപ്പിച്ചു. ആ താപം കൊണ്ട് ദേവന്മാരെ സ്വർഗലോകത്തെ ഉപേക്ഷിച്ചിട്ട് സത്യലോകത്തെ പ്രാപിച്ചിട്ട് ബ്രഹ്മാവിനോട് സങ്കടം പറയുകയാണ്. ബ്രഹ്മാവ് തപസ് ചെയ്യുന്ന ഹിരണ്യകശിപുവിൻ്റെ അടുത്തെത്തി. അവിടെ പോയി നോക്കുമ്പോൾ തപസ് ചെയ്യുന്ന ഹിരണ്യകശിപുവിൻ്റെ ശരീരം പുല്ല്, പുറ്റ് എന്നിവ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉറുമ്പുകൾ, ശരീരത്തിലുള്ള മാംസം, രക്തം എന്നിവയെല്ലാം തിന്ന് തീർത്തിട്ടുമുണ്ട്. സ്വന്തം ശരീരത്തെ പോലും മറന്ന് തപസ് ചെയ്യുന്ന ഹിരണ്യകശിപുവിനെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് സന്തോഷം തോന്നിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച വരം തന്നെ കൊടുക്കുകയാണ്. ചോദിച്ച വരങ്ങൾ ഇതൊക്കെയായിരുന്നു. മരണമുണ്ടാകാതിരിക്കാനുള്ള വരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിൽ നിന്നൊക്കെയാണ് എന്ന് പറയുകയാണ്. ഗൃഹം മുതലായവയുടെ ഉള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ മരണം സംഭവിക്കരുത്. പകലോ രാത്രിയിലോ മരണമുണ്ടാകരുത്. സൃഷ്ടിക്കപ്പെട്ട യാതൊരു ഭൂതങ്ങളിൽ നിന്നും മരണമുണ്ടാകരുത്. ആയുധങ്ങൾ കൊണ്ടും ഭൂമിയിൽ വെച്ചും ആകാശത്തിൽ വെച്ചും മനുഷ്യരാലും മൃഗങ്ങളാലും പ്രാണനുള്ളവയാലും പ്രാണനില്ലാത്തവയാലും അതുപോലെ അസുരന്മാർ, സർപ്പങ്ങൾ എന്നിവയെ കൊണ്ടും മരണമുണ്ടാവരുത്. യുദ്ധത്തിൽ എന്നോട് സമനായിട്ട് ആരുമുണ്ടാകരുത്. ഇങ്ങനെയുള്ള വരങ്ങളെ ബ്രഹ്മാവിൽ നിന്ന് നേടിയിട്ട് ഈ ലോകത്തിന് നാഥനായിട്ട് ഭഗവാനുണ്ട് എന്നതുപോലും കണക്കിലെടുക്കാതെ 3 ലോകങ്ങളെയും സകല ദിക്കുകളെയും സ്വാധീനത്തിലാക്കിയിട്ട് ദേവലോകത്തെ വാസസ്ഥാനമാക്കിയിട്ട് സ്വർഗത്തിൽ ആ ഹിരണ്യകശിപു താമസമാക്കി. ഇനി 3-ാമത്തെ ശ്ലോകം. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിബോർബഹിർ ദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. പദം മുറിച്ച് പറയാം. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച രിപോഃ ബഹിർദൃഷ്ടേഃ അന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദൻ ഉച്ചൈഃ തത്രാപി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയാ യാദം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ. ഭൂയഃ വീണ്ടും, ത്വാം നിഹന്തും തവ പദം അവാപ്തസ്യ രിപോഃ ഹൃദയേ. ഭഗവാനെ അവിടുത്തെ വധിക്കുവാൻ അങ്ങയുടെ സ്ഥാനത്ത് എത്തിച്ചേർന്ന ശത്രുവിൻ്റെ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മവപുഷ സൂക്ഷ്മശരീരിയായിട്ട് ബഹിർദൃഷ്ടേഹേ ചക്ഷുസിൽ നിന്നും അന്തർധാനം ചെയ്തു എന്ന് പറയുമ്പോൾ നേരിട്ട് കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ കയറിയിരുന്നു എന്നാണ്. സഖലു ഹിരണ്യകശിപു ആകട്ടെ ഭിയാ യാദം മത്വ ഭയന്ന് ഓടിപ്പോയി എന്ന് വിചാരിച്ചിട്ട്, ഭഗവാൻ ഭയന്ന് ഓടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഉച്ചൈഹി നദൻ ഉച്ചത്തിൽ ഗർജിച്ചിട്ട് അഖില ഭുവനാന്തേച്ച സകല ലോകങ്ങളിലും മൃഗയൻ അന്വേഷിച്ചിട്ട് ജിതകാശി വിജയിച്ച സന്തോഷത്തോടെ നിവവൃതേ മടങ്ങിപ്പോന്നു. മേൽപ്പത്തൂര് പറയാണ്,
ഭഗവാനെ അവിടുത്തെ വധിക്കാനായിട്ട് അങ്ങയുടെ സ്ഥാനത്ത് എത്തിച്ചേർന്ന ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ ശരീരിയായിട്ട് ഭഗവാൻ മറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ വിഷ്ണുവിനെ വധിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ വാസസ്ഥാനത്തെത്തിയ ഹിരണ്യകശിപുവിനെ നോക്കിയിട്ട് ആ ഹിരണ്യകശിപുവിനെ കണ്ടിട്ട് മായാവികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാൻ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെ പോയാലും അവിടെയെല്ലാം ഇവനും വരും, അതുകൊണ്ട് ഇവൻ്റെ ഹൃദയത്തിൽ തന്നെ കയറിയിരിക്കുന്നതാണ് നല്ലത്. ബാഹ്യലോകത്തിൽ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൻ എന്തായാലും ഇവൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന എന്നെ കാണുകയില്ല. അങ്ങനെ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ശ്വാസത്തിൽ കൂടി ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാണ്. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളിലാണ്. എന്നാൽ എന്താണ്, ഓരോരുത്തരും ഭഗവാനെ അന്വേഷിച്ച് ഭഗവാനെ പുറത്താണ് അന്വേഷിക്കുന്നത്. ഭഗവാൻ ഇരിക്കുന്നത് അന്തര്യാമിയായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ അനുഭവിച്ചറിയണമെങ്കിൽ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കണം എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിലെല്ലാം തിരഞ്ഞിട്ടും ഭഗവാനെ കണ്ടില്ല. എന്തായാലും വൈകുണ്ഠത്തിൽ വിഷ്ണു ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങിയിട്ട് ഭൂമി, ആകാശം, രസാതലം, പാതാളം, സമുദ്രങ്ങൾ എല്ലായിടത്തും വിഷ്ണുവിനെ തിരഞ്ഞു. എന്നിട്ടും കാണാതായപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ ഈ ലോകം മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ പോയ സ്ഥലത്തേക്ക് തന്നെ അവനെ ഹനിച്ചവനും വധിച്ചവനും പോയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വിഷ്ണുവിനെ തോൽപ്പിച്ചു എന്ന നിർവൃതിയോട് കൂടിയിട്ട് ഹിരണ്യകശിപു മടങ്ങിപ്പോയി. ഇനി 4-ാമത്തെ ശ്ലോകം. തദോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസദൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ തവൈജാത്യാ ദൈത്യ ശിശുരഭി സമേത്യ ത്വയിരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. പദമുറിച്ച് പറയാം. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസദോ മുനേഃ വീണാപാണേഃ അധിഗത ഭവദ്ഭക്തി മഹിമാ സ വൈ ജാത്യാ ദൈത്യഃ ശിശുരഭി സമേത്യ ത്വയി രതിം ഗതഃ ത്വത് ഭക്താനാം വരദ പരമ ഉദാഹരണതാം. ഹേ വരദ ഗുരുവായൂരപ്പ, തതഃ അതിനുശേഷം അസ്യ എന്ന് പറയുമ്പോൾ ഈ ഹിരണ്യകശിപുവിന് ഗർഭവസതോ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ വീണാപാണേഹേ മുനേഹേ നാരദ മഹർഷിയിൽ നിന്ന് അധിഗത ഭവദ്ഭക്തി മഹിമ അങ്ങയിലുള്ള ഭക്തിയുടെ മഹിമയെ നല്ലതുപോലെ മനസ്സിലാക്കിയ പ്രഹ്ലാദഃ സുതഃ സമജനി പ്രഹ്ലാദൻ എന്നു പേരുള്ള പുത്രൻ ജനിച്ചു. സഹ ആ പ്രഹ്ലാദൻ ജാത്യ വൈ ജാതി കൊണ്ട് ദൈത്യഃ ശിശുഹു അഭി അസുരബാലനാണെങ്കിലും ത്വയി രതിം സമേത്യ അങ്ങയിൽ പരമമായ ഭക്തിയോടുകൂടിയിട്ട് ത്വത് ഭക്താനാം പരമ ഉദാഹരണതാം ഗതഃ അങ്ങയുടെ ഭക്തന്മാർക്ക് ഉത്തമ ഉദാഹരണമായി തീരുക എന്ന നിലയെ പ്രാപിച്ചു. അപ്പം അങ്ങനെ തിരിച്ചു പോയതിന് ശേഷം ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാരദമുനിയിൽ നിന്ന് ഭഗവത് ഭക്തിയുടെ മഹിമ നല്ലതുപോലെ മനസ്സിലാക്കിയ പ്രഹ്ലാദൻ എന്ന പുത്രൻ ഹിരണ്യകശിപുവിന് ജനിച്ചു എന്നാണ്. ആ പ്രഹ്ലാദൻ ജാതി കൊണ്ട് അസുരനാണെങ്കിലും ഗുരുവായൂരപ്പ അങ്ങയിൽ എന്തെന്നില്ലാത്ത ഇഷ്ടത്തോടു കൂടിയിട്ട് ആസക്തിയോടു കൂടിയിട്ട് വളർന്ന് ഭഗവാനെ അങ്ങയുടെ ഉത്തമ ഭക്തന്മാർക്ക് ഉദാഹരണം എന്ന സ്ഥാനത്തെ പ്രാപിച്ചു. ഉത്തമ ഭക്തന്മാർക്ക് ഒരു ഉദാഹരണമായി മാറി. ഇവിടെ ഹിരണ്യകശിപു തപസ്സു ചെയ്യാനായിട്ട് മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ ദേവന്മാർ അസുരന്മാരോട് യുദ്ധത്തിന് വന്നു. ഇത് കണ്ട അസുരന്മാർ 4 ദിക്കിലേക്കും ഓടി. ആ സമയത്ത് ഇന്ദ്രൻ പ്രഹ്ലാദൻ്റെ അമ്മയായ കയാതുവിനെ പിടിച്ചുകൊണ്ടുപോയി. മാർഗമധ്യത്തിൽ
നാരദ മഹർഷി ആ വഴിക്ക് വരികയാണ്. ഗർഭിണിയായ കയാതുവിനെ കൊണ്ടുപോകുന്നതിൽ നിന്നും നാരദ മഹർഷി ഇന്ദ്രനെ തടഞ്ഞു. അങ്ങനെ കയാതുവിനെ നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് യാതൊരു ഭയവും കൂടാതെ അവിടെ താമസിപ്പിച്ചു. കരുണാശീലനും സമർത്ഥനുമായ ആ നാരദ മഹർഷി അമ്മയെയും കുഞ്ഞിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെയും പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെയും വേണ്ടതുപോലെ ഉപദേശിച്ചു. സ്ത്രീ സ്വഭാവം കൊണ്ടും പ്രായം കൊണ്ടും കയാതുവിന് അത് ഓർമ്മയുണ്ടായില്ല. എന്നാൽ പ്രഹ്ലാദൻ ഭഗവത് ഭക്തിയുടെ മഹിമ ആ ഗർഭത്തിലിരിക്കെ തന്നെ നല്ലതുപോലെ മനസ്സിലാക്കി. അങ്ങനെ ഭഗവാനിലെ എന്തെന്നില്ലാത്ത ആസക്തിയോടുകൂടി ഇഷ്ടത്തോടു കൂടിയിട്ട് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന പദവിയും പ്രഹ്ലാദൻ നേടിയെടുത്തു. അടുത്തത് 5-ാമത്തെ ശ്ലോകം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിതമഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. പദം മുറിച്ച് പറയാം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷത് ചിരം അമും ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃധേ. ദുഷ്ടാത്മാ സഹ ദുഷ്ടാത്മാവായ ഹിരണ്യകശിപു സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം അസുരന്മാർക്ക് പരിഹാസത്തെ ഉണ്ടാക്കി തീർക്കുന്ന അങ്ങയോടുള്ള ദാസഭാവം നിജസുതേ സ്വന്തം പുത്രനില് പ്രഹ്ലാദനില് ദൃഷ്ട്വ കണ്ടിട്ട് അമും ഇവനെ ചിരം കുറേ ദിവസം ഗുരുഭിഹി അശിശിക്ഷത് ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. അസൗച്ച ഇവനാകട്ടെ പ്രഹ്ലാദനാകട്ടെ ഗുരുപ്രോക്തം സർവം ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇത് നല്ലതിനല്ല, ഇവർ നന്മയല്ല തിന്മയാണ് ഉപദേശിക്കുന്നത്. ഇതി അപാകുർവൻ എന്നിങ്ങനെ ആ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ഭഗവാനെ തവ ചരണഭക്ത്യാ ഏവ അവിടുത്തെ തൃപ്പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. അസുരന്മാരെ പരിഹസിക്കത്തക്ക രീതിയിലുള്ള ആ പ്രഹ്ലാദൻ്റെ ഭഗവാനോടുള്ള ദാസഭാവം ആ സ്വന്തം പുത്രനിലെ പ്രഹ്ലാദനിലെ ആ ദാസഭാവത്തെ കണ്ടിട്ട് ഹിരണ്യകശിപു കുറേ ദിവസം വീണ്ടും ഗുരുക്കന്മാരെ കൊണ്ട് പ്രഹ്ലാദനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇത് നല്ലതിനല്ല, അത് തിന്മയ്ക്കാണ്, ഇങ്ങനെയൊക്കെ ഉപദേശിക്കുമ്പോൾ നന്മയല്ല ഉണ്ടാകുന്നത്, തിന്മയാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉപദേശങ്ങളെയൊക്കെ ആ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഈ ഭഗവാനെ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ തവ ചരണഭക്തിയായവ അവിടുത്തെ തൃപ്പാദഭക്തിയോടുകൂടി തന്നെ പ്രഹ്ലാദൻ വളർന്നു വന്നു എന്ന് പറയുകയാണ്. ഇനി 6-ാമത്തെ ശ്ലോകം. അധീദേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. പദം മുറിച്ച് പറയാം. അധീദേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അഥ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ വധ ഉപായാൻ അസ്മിൻ വ്യതനുത ഭവത് പാദശരണേ. അധീതേഷു ശ്രേഷ്ഠം കിം
പഠിച്ചവയിൽ വെച്ച് ഉത്തമമായത് എന്താണ്? ഇതി തനയെ പരിപൃഷ്ടേ എന്ന് പുത്രനോട് ചോദിച്ചപ്പോൾ, പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ, ഭവത് ഭക്തിം വര്യാം, ഭഗവത് ഭക്തിയാണ് ശ്രേഷ്ഠമായത്, ഭഗവത് ഭക്തിം വര്യാം, ഭഗവത് ഭക്തിയാണ് ശ്രേഷ്ഠമായത് എന്ന് അഭിഗതതി മറുപടി പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു പര്യാകുലധൃതി, സന്തോഷമൊക്കെ ഇല്ലാത്തവനായിട്ട്, ഗുരുക്കന്മാരോട് രോഷിത്വ, കോപിച്ചിട്ട്, അസ്യ സഹജമതിഹി, ഇവൻ്റെ നൈസർഗികമായ എന്ന് പറയുമ്പോൾ സ്വതവേയുള്ള സ്വഭാവമാണ്, ഇതി അഭിവിധൻ എന്ന് മനസ്സിലാക്കിയിട്ട്, ഭവത് പാദശരണെ അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചിട്ട്, അസ്മിൻ അവനെ, ആ പ്രഹ്ലാദനിൽ വധോപായാൻ വധിക്കാനുള്ള ഉപായങ്ങൾ, മാർഗങ്ങൾ വ്യതനുത പ്രയോഗിച്ചു. അപ്പം ഇവിടെ ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദനെ മടിയിലിരുത്തി ചുംബിച്ചിട്ട് ആനന്ദ കണ്ണുനീരോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, ഇത്ര കാലം ഗുരു പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? പ്രഹ്ലാദൻ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം, ദാസ്യം സഖ്യമാത്മനിവേദനം. ഭാഗവതം. വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കീർത്തിക്കുന്നത് കേൾക്കുക, ഭഗവത് മാഹാത്മ്യത്തെ കീർത്തിക്കുക, ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക, ഭഗവാനെ പരിചരിക്കുക, പൂജിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, മിത്രമാണെന്ന് കരുതി വിശ്വസിക്കുക, ദാസനാണെന്ന ഭാവത്തോടെ സേവിക്കുക, തനിക്കുള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന്റേതല്ലാതെ തൻ്റേതായിട്ട് ഒന്നുമില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുക, എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് ചിന്താവിഹീനനായിട്ട് ഭഗവാനെ ഭജിക്കുക. ഇങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടപ്പോൾ ആദ്യം ഹിരണ്യകശിപു ഗുരുക്കന്മാരോട് ക്രോധിക്കുകയാണ് ചെയ്യണത്. എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, രാജാവേ, ഈ പുത്രൻ പറയുന്നത് ഇവിടെ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, ഈ ബുദ്ധി ജന്മനാ സിദ്ധിച്ചിട്ടുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ഇത് പുത്രൻ്റെ നൈസർഗികമായ സ്വാഭാവിക ബുദ്ധി തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന പ്രഹ്ലാദനെ വധിക്കാനുള്ള മാർഗങ്ങൾ ആ സമയത്ത് ഹിരണ്യകശിപു അന്വേഷിച്ചു. അടുത്തത് 7ാമത്തെ ശ്ലോകം. സശൂലൈരാവിദ്ധ സുബഹുമഥിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈർദഷ്ടോപ്യനശന ഗരാഹാരവിതുതഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹഃ പരമാത്മന്നയി വിഭോ ത്വയി ന്യസ്താത്മത്വാദ് കിമപി ന നിപീഡാമഭജതാം. പദം മുറിച്ച് പറയാം. സ ശൂലൈഃ ആവിദ്ധഃ സുബഹു മഥിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഃ അഭി ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഃ അഭി അനശന ഗരാഹാര വിദുതഃ ഗിരീന്ദ്ര അവക്ഷിപ്തഃ അഭി അഹഃ പരമാത്മൻ അയി വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിമപി ന നിപീഡാം അഭജത. അയി വിഭോ, പരമാത്മൻ, ഹേ സർവശക്തനായ പരമാത്മാവേ. സഹ പ്രഹ്ലാദൻ സുബഹു പലതവണ ശൂലൈഃ ആവിദ്ധഃ അഭി ശൂലത്താൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗ്ഗജഗണൈഃ മഥിതഃ അഭി ദിഗ്ഗജങ്ങളെക്കൊണ്ട് ആനക്കൂട്ടങ്ങളെക്കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും മഹാസർപ്പൈഃ ദഷ്ടഃ അഭി മഹാസർപ്പങ്ങളെക്കൊണ്ട് കടിപ്പിക്കപ്പെട്ടിട്ടും അനശന ഗരാഹാര വിദുതഃ അഭി ഭക്ഷണം കൊടുക്കാതെയും വിഷം കലർന്ന ആഹാരം കൊടുത്തിട്ടും ഉപദ്രവിച്ചിട്ടും ഗിരീന്ദ്ര അവക്ഷിപ്തഃ അഭി വലിയ കുന്നുകളുടെ മീതെ നിന്ന് താഴേക്ക് തള്ളിയിട്ടിട്ടും
ത്വയി ന്യസ്ത ആത്മത്വാത്, ഭഗവാനെ അങ്ങയിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയവനായതുകൊണ്ട്, മനസ്സിനെ അർപ്പിച്ചവനായിട്ട്, നിപീഡാം പീഡകളെ കിമബി ഒട്ടും തന്നെ ന അപചത അനുഭവിച്ചില്ല. അഹഹ അദ്ഭുതം തന്നെ. അപ്പം ഇവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ ചെയ്ത പരിശ്രമങ്ങളെക്കുറിച്ച് പറയാണ്. ആനകളെ കൊണ്ട് കുത്തിച്ചു, ഉഗ്രവിഷമുള്ള പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു, പർവ്വതം മുതലായ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് തള്ളിയിട്ടു, ആഹാരം കൊടുക്കാതെ പട്ടിണിയിട്ടു, വിഷം കൊടുപ്പിച്ചു. കൽപ്പത്തൂര് പറയാണ്, ഗുരുവായൂരപ്പ അങ്ങയിൽ ആത്മാർപ്പണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ പ്രഹ്ലാദനെ ഇതുകൊണ്ടൊന്നും യാതൊരു കഷ്ടവും ഉണ്ടായില്ല. ഇത് അദ്ഭുതം തന്നെ. അടുത്തത് 8ാമത്തെ ശ്ലോകം. തതഃ ശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശേസ്തമരുണത്. ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമഭി വിജ്ഞാനമശിഷത്. പദമുറിച്ച് പറയാം. തതഃ ശങ്കാവിഷ്ടഃ സ പുനഃ അതിദുഷ്ടഃ അസ്യ ജനകഃ ഗുരുക്ത്യാ തത് ഗേഹേ കില വരുണപാശൈഃ തം അരുണത്. ഗുരോഃ ച അസാന്നിധ്യേ സ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേഃ തത്വം പരമമഭി വിജ്ഞാനമശിഷത്. അതിദുഷ്ടഃ അസ്യ ജനകഃ സഹ, അതിദുഷ്ടനും ഇവൻ്റെ അച്ഛനുമായ ഹിരണ്യകശിപു, തതഃ അതുകൊണ്ട്, ശങ്കാവിഷ്ടഃ ചിന്താവിഷ്ടനായിട്ട്, പുനഃ വീണ്ടും, ഗുരുക്ത്യ ഗുരു പറഞ്ഞതനുസരിച്ച്, തത് ഗൃഹേ ഗുരുവിൻ്റെ ഗൃഹത്തിൽ, വരുണപാശൈഃ തം അരുണത് കില വരുണപാശം കൊണ്ട് പ്രഹ്ലാദനെ ബന്ധിച്ചുവല്ലോ. സഹച്ച പ്രഹ്ലാദനും ഗുരോഹോ അസാന്നിധ്യേ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ, അനുഗാൻ ദൈത്യതനയാൻ കൂട്ടുകാരായ അസുരബാലന്മാരോട്, പുനഃ വീണ്ടും, ഭവദ്ഭക്തേഃ തത്വം ഭഗവത് ഭക്തിയുടെ തത്വവും, പരമം വിജ്ഞാനം അഭി പരമമായ ജ്ഞാനത്തെയും ഉത്കൃഷ്ടമായ ആത്മജ്ഞാനത്തെയും അശിഷത് ഉപദേശിച്ചു. അപ്പോൾ അതിദുഷ്ടനും പ്രഹ്ലാദൻ്റെ പിതാവുമായ ഹിരണ്യകശിപു അങ്ങനെ ചിന്താധീനനായിട്ട് വീണ്ടും ഗുരുവിൻ്റെ ഗൃഹത്തിലെത്തിയിട്ട് ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് പ്രഹ്ലാദനെ വരുണപാശം കൊണ്ട് ബന്ധിക്കുകയാണ്. അപ്പോൾ വരുണപാശം കൊണ്ട് ബന്ധിച്ചു എന്നിരുന്നാലും പ്രഹ്ലാദൻ ഗുരുഗൃഹത്തിലില്ലാതിരുന്ന സമയത്ത് വീണ്ടും എന്താ ചെയ്യണത്? ഭക്തിയുടെ മഹത്വവും ആ ബന്ധനത്തിലിരുന്നു കൊണ്ട് തന്നെ ഭക്തിയുടെ മഹത്വവും ആത്മജ്ഞാനവും കൂട്ടുകാർക്ക് ഉപദേശിക്കുകയാണ്. അടുത്തത് 9ാമത്തെ ശ്ലോകം. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം തുസ്തുതിപരം രുഷാന്തപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. പദമുറിച്ച് പറയാം. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം ത്വത് സ്തുതിപരം രുഷാന്തഃ പ്രാഹ ഏനം കുലഹതക കഹ തേ ബലം ഇതി സ്തേ ബലമിതി ബലം മേ വൈകുണ്ഠഃ തവ ച ജഗതാം ച അഭി സ ബലം സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗതീത്. പിതാവായ ഹിരണ്യകശിപു ബാലപ്രകരം അഖിലം അസുരക്കുട്ടികൾ മുഴുവനും ത്വത് സ്തുതിപരം ശൃണ്വൻ ഭഗവാനെ അവിടുത്തെ സ്തുതിക്കുന്നതിൽ തത്പരരായിരിക്കുന്നതായിട്ട് ശൃണ്വൻ കേട്ടിട്ട്, രുഷാ അന്ധം കോപത്താൽ അന്ധനായിട്ട്, ഏനം പ്രഹ്ലാദനോട്, കുലഹതക കുലാന്തക കഹ തേ ബലം ആരാണ്
നിന്റെ ബലം ഇതി പ്രാഹ എന്ന് ചോദിച്ചു. ധീരഃ അയം, നിർഭയനായ പ്രഹ്ലാദൻ, മേ ബലം വൈകുണ്ഠ, എൻ്റെ ബലം വിഷ്ണുവാണ്, തവച്ച ജഗതാം ച അഭി ബലം സഹ, അതുപോലെ തന്നെ അങ്ങയുടെയും സർവ്വലോകങ്ങളുടെയും ബലം ആ വിഷ്ണു തന്നെയാണ്. ത്രൈലോക്യം സഹ ഏവ, 3 ലോകങ്ങളും ആ വിഷ്ണു തന്നെയാണ്. ഇതി സകലം അഗതീത് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അസുരബാലന്മാർ മുഴുവനും ഭഗവാനെ സ്തുതിക്കുന്നതിൽ തൽപരരായിരിക്കുന്നതായിട്ട് കേട്ടിട്ട് കോപം കൊണ്ട് വിറച്ച ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറയാണ്, കുലദ്രോഹിയായ നിനക്ക് ആരാണ് ബലം എന്ന് ചോദിച്ചപ്പോൾ നിർഭയനായ പ്രഹ്ലാദൻ, എൻ്റെ ബലം സാക്ഷാൽ വിഷ്ണുവാണ്, എൻ്റെ മാത്രമല്ല അങ്ങയുടെയും ഈ ലോകത്തിൻ്റെ തന്നെയും ബലം ആ വിഷ്ണുവാണ് എന്ന് യാതൊരു ഭയവുമില്ലാതെ ഹിരണ്യകശിപുവിനെ അറിയിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിത കരവാളോ ദിദിസുതഃ അധഃ പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. പദമുറിച്ച് പറയാം. അരേ ക്വ അസൗ സകല ജഗത് ആത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിത കരവാളഃ ദിദിസുതഃ അധഃ പശ്ചാത് വിഷ്ണോ നഹി വദിതും ഈശഃ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം. ദിദിസുതഃ, ദിദിയുടെ പുത്രൻ ഹിരണ്യകശിപു, ചലിതകരവാളഃ, വാളുയർത്തിപ്പിടിച്ചിട്ട്, സകല ജഗദാത്മാ അസൗ ഹരിഹി ക്വഹ, സകല ജഗദാത്മാവായ ജഗത്സ്വരൂപനായ ഹരി എവിടെ? അരേ അസൗകഹ, ഏയ് അവനെവിടെ? ഇതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്തംഭം പ്രഭിന്ദേ, തൂണിൽ ഇടിച്ചു. വിഷ്ണു, ഗുരുവായൂരപ്പ, അധഃ പശ്ചാത്, പിന്നീടുണ്ടായത് എന്താണെന്ന് സഹസാ വദിതും, പെട്ടെന്ന് പറയാൻ, നഹി ഈശഃ അസ്മി, ഞാൻ ശക്തനല്ല, കൃപാത്മൻ വിശ്വാത്മൻ, ദയാലുവും വിശ്വാത്മാവുമായ പവനപുരവാസിൻ ഗുരുവായൂരപ്പ, മാം മൃഡയ, എന്നെ രക്ഷിക്കണേ. അപ്പം ഇവിടെ എല്ലാവരെയും രക്ഷിക്കുന്നത് ഭഗവാനാണ്, ആ വിഷ്ണുവാണ് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞ സമയത്ത് ഹിരണ്യകശിപു വാളിളക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എടാ എവിടെ ഹരി എവിടെ? സർവവ്യാപിയായ ഹരി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുഷ്ടി കൊണ്ട് സ്തംഭത്തിൽ ഇടിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മേൽപ്പത്തൂര് പറയാണ്, ഗുരുവായൂരപ്പനോട് പറയാണ്, ഭഗവാനെ, പിന്നീട് എന്താണ് അവിടെ നടന്നത്? ആ മുഷ്ടി കൊണ്ട് ആ തൂണിലിടിച്ചതിന് ശേഷം, ഇടിച്ചപ്പോൾ അവിടെ എന്താണ് പിന്നീട് നടന്നത് എന്ന് പറയാൻ ഞാൻ അശക്തനാണ്, അത് പറയാനുള്ള ശക്തി എനിക്കില്ല. കരുണാസാഗരമായ സർവവ്യാപിയായ ഭഗവാനെ എനിക്ക് ശക്തി തരണേ, എന്നെ രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് 24ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.